ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 24 ലക്ഷം പേരെയാണ് SIRന്റെ വോട്ടർ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് SIRന്റെ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ നമ്മൾ ഒഴിവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും, അതുകൂടാതെ നമ്മൾ ഒഴിവായിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് നമ്മളെ അതിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇത് അറിഞ്ഞു വെക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 7-ാം തീയതിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങളുടെ പ്രൂഫ് വെച്ച് നിങ്ങൾക്ക് അപ്പീൽ പോകാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും 4 വിഭാഗക്കാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വരുന്ന വിഭാഗം ഡെത്ത് കാറ്റഗറിയാണ്. മരണപ്പെട്ട ഒരുപാട് പേരുടെ ലിസ്റ്റ് ഇപ്പോഴും വോട്ടർ പട്ടികയിലുണ്ട്. അതൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്ലേസ് ഷിഫ്റ്റ് ആണ്. നിങ്ങൾ ഒരുപാട് കാലമായി വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ BLO ഓഫീസർമാർ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. അവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കും. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഒന്നിൽ കൂടുതൽ മണ്ഡലത്തിൽ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെയും വോട്ടർ ലിസ്റ്റിൽ നിന്ന് എടുത്തു കളയുന്നുണ്ട്. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇതുവരെ കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരെയാണ്. BLO ഓഫീസർമാർ ഫോം കൊണ്ടുപോകുമ്പോൾ ആ അഡ്രസ്സിൽ ആ വ്യക്തി ഇല്ലാത്തതും, അതുകൂടാതെ ആ അഡ്രസ്സിൽ ഒരുപാട് കാലമായി താമസിച്ച വ്യക്തി ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. അപ്പം BLO ഓഫീസർമാർ റിപ്പോർട്ട് കൊടുക്കുന്നത് ആ അഡ്രസ്സിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. അവരെയും വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 24 ലക്ഷം പേർ പുറത്തുപോയി എന്ന് പറയുന്നത് അതിൽ മരണപ്പെട്ടവരും, അതുകൂടാതെ ഇരട്ട വോട്ടുള്ളവരും, അതുകൂടാതെ ഇതുവരെ കണ്ടെത്താൻ പറ്റാത്ത എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു നമ്പറാണ് 24 ലക്ഷം എന്ന് പറയുന്നത്. ഇനി 23-ന് വരുന്ന വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല. ഇനി നിങ്ങൾ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ 2025 ഡിസംബർ 23 മുതൽ 2026 ജനുവരി 22 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. നിങ്ങളുടെ വോട്ടർ രജിസ്റ്റർ ഓഫീസർ ആരാണോ അവരുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അത് ചിലപ്പോൾ വില്ലേജ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ BLOവുമായി ബന്ധപ്പെടുക. അത് ആരെയാണോ അവർ ചുമതലപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി ചെക്ക് ചെയ്യാനും, അതുകൂടാതെ നിങ്ങളുടെ പേരില്ലെങ്കിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയത് എന്ന് മനസ്സിലാക്കാനും ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഒരു സൈറ്റ് ഉണ്ട്. നിങ്ങൾ ആ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുകൂടാതെ സ്ക്രീൻ റെക്കോർഡ് സഹിതം അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ആയ www.ceo.kerala.gov.in ASD ലിസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അത് സെർച്ച് ചെയ്യാവുന്നതാണ്. ശേഷം വരുന്ന ഇൻ്റർഫേസിൽ മുകളിൽ കാണുന്ന CO കേരള എന്നുള്ളത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. SIR 2026 ASD ലിസ്റ്റ് എന്നുള്ളത് നിങ്ങൾ കാണാൻ പറ്റും. ഈ പേജിൽ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ആദ്യമായി ചോദിക്കുന്നത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അസംബ്ലി ഏതാണോ അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ബൂത്ത് ഏതാണോ അത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. നിയമസഭ ആയതിനാൽ തന്നെ ഇതിൽ ഒരുപാട് ബൂത്തുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഏതാണോ എന്ന് നിങ്ങൾ തിരഞ്ഞുപിടിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഡൗൺലോഡ് ASD എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബൂത്തിൽ നിന്ന് ആരൊക്കെയാണോ ഒഴിവാക്കിയിട്ടുള്ളത് ആ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും നോക്കേണ്ടതില്ല. ഇനി 23-ന് വരുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഈ ഒഴിവാക്കിയവരെ എന്ത് കാരണം കൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക. ഇതിന് വ്യക്തമായ റീസൺ അവർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ വ്യക്തിയുടെ ഇവിടെ എഴുതിയത് പെർമനൻ്റ്ലി ഷിഫ്റ്റഡ്, നിങ്ങൾ അവിടുന്ന് സ്ഥലം മാറിപ്പോയത് കൊണ്ടാണ് എന്നാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ കാണിക്കുന്നത് അൺട്രാക്കബിൾ അബ്സെൻറ്റ് എന്നുള്ളതാണ്. നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മുമ്പ് കൊടുത്ത അഡ്രസ്സിലായിരിക്കും നിങ്ങളുടെ SIR ഫോം വന്നിട്ടുണ്ടാവുക. നിങ്ങളെ കണ്ടുപിടിക്കാൻ BLO ഓഫീസർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് വരുന്നത്. ഇതിൻ്റെ താഴെ കാണുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, ഡെത്ത് എന്നുള്ളത്. അപ്പോൾ അത് മരണപ്പെട്ടവരെയാണ്. ആ മരണപ്പെട്ടവരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എൻറോൾഡ് എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ മണ്ഡലത്തിൽ നിങ്ങളുടെ പേരുണ്ടാകുമ്പോഴാണ് ഈ ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ പേര് ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ BLO ഓഫീസറുമായി ബന്ധപ്പെടുക. അതുകൂടാതെ 23-ന് ഇറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷവും നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ഷേപങ്ങൾ ബോധിപ്പിക്കുന്നതിനായി 23-ന് ശേഷം നിങ്ങളുടെ വോട്ടർ രജിസ്റ്റർ ഓഫീസ് ആരാണോ അവരെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. ബൈ.